Good morning, all. Good morning, Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നമ്മുടെ ICU കഴിഞ്ഞല്ലേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് മോഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും തീർന്നില്ലേ ഇപ്പൊ നിങ്ങളുടെ? ഓ കഴിഞ്ഞില്ലേ? ഇനി സെക്കൻഡ് മൊഡ്യൂൾ ആണ് അല്ലെ മിസ്സിന്റെ. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ മിസ് എടുക്കുന്നത്, ഫാർമസി. നമുക്ക് സുപരിചിതമാണ് അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഫാർമസി. ആണോ? കേട്ടിട്ടില്ലേ? ഓക്കെ. ICU നോക്കിയോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ICU നോക്കിയോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, മിസ് ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓക്കെ ആണ്. Pharmacy. First introduction. Hospital pharmacy is one of the most important departments among several department of a hospital. നമുക്കറിയാം, നമ്മളിപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ പഠിച്ചു. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് hospital pharmacy. Hospital pharmacy is defined as that department of the hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ ഫാർമസിയിൽ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെയ്യുന്നത്? ഡിസ്പെൻസിങ്, മരുന്നുകൾ കൊടുക്കുക, ഡിസ്പെൻസിങ് ചെയ്യുക, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. മെഡിസിനുകൾ സ്റ്റോർ ചെയ്യുന്നില്ലേ? സ്റ്റോറേജ് ഉണ്ട് അല്ലെ. പിന്നെ ലഭ്യമാക്കുന്നില്ലേ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്? ഹോസ്പിറ്റലിലെ പേഷ്യൻസിനൊക്കെ പ്രൊക്യൂർമെന്റ് ലഭ്യമാക്കുന്നില്ലേ? സംഭരണം ചെയ്യാം അല്ലെ. ബില്ലിങ്. ഓക്കെ. കോമ്പൗണ്ടിങ് അല്ലെ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർക്ക അല്ലെ, മിശ്രിതം കൂട്ടിച്ചേർക്ക. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് എന്തുണ്ട്, ചില ഹോസ്പിറ്റലിൽ മാനുഫാക്ചറിങ് നടക്കാറുണ്ട് അല്ലെ. നമ്മുടെ ഡ്രഗ്സുകള് എന്ത് ചെയ്യുന്നുണ്ട്, അവര് തന്നെ നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണമുണ്ട്, വിതരണമുണ്ട് അല്ലെ. മാനുഫാക്ചറിങ്, നിർമ്മാണം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പലതരത്തിലുള്ള കണ്ടന്റുകള് കൂട്ടിച്ചേർക്കണോ, മിശ്രിതം ചെയ്യാറാക്കണോ? നമുക്ക് ഒരു കണ്ടന്റ് കൊണ്ട് മാത്രം നമുക്ക് ഒരു മെഡിസിൻ തയ്യാറാക്കാൻ പറ്റുമോ? നമുക്ക് മെഡിസിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലറിയാം അല്ലെ. മെഡിസിന്റെ ആ സ്ലിപ്പിന്റെ ബാക്കിൽ ഉണ്ടാവും അല്ലെ, ഇന്നിന്റെ കണ്ടന്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ എന്താണ് ആ ഒരു മിശ്രിതം തയ്യാറാക്കൽ, കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് കമ്പോണൻസ്, പലതരത്തിലുള്ള കമ്പോണൻസുകൾ അല്ലെ. നെക്സ്റ്റ് ഡിസ്പെൻസിങ്, വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ. മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ് മിസ് പറഞ്ഞത്? നിർമ്മാണം ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ഇവര് നിർമ്മിക്കുന്ന മരുന്നുകള്, അതല്ലെങ്കിൽ ഇവര് സപ്ലയേഴ്സിൽ നിന്ന്, വിതരണക്കാരിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകളില് ക്വാളിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഗുണനിലവാരമുണ്ടോ? അതല്ലെങ്കിൽ എന്ത് പറ്റും, അത് കഴിക്കുന്ന എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ, പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ.
ഡേറ്റ് നോക്കണം, എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണം അല്ലേ. അപ്പൊ എന്താണ് ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിൽ എന്തൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്, മനുഷ്യന്റെ ശരീരത്തിന് ഹെൽത്തിന് ഹാനികരം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ടോ, ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ പാക്കിംഗ് നടത്തുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെന്ന്. മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡ്രഗ്സുകൾ അവരെന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്കൊക്കെ, ഹോസ്പിറ്റലിലേക്ക്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ഒക്കെ അവർ വിൽക്കണോ, വിതരണം ചെയ്യണോ, ഫാർമസിയിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണ്ടേ. ഇവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഇവര് വിൽക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. നോക്കി എനിക്ക് ഒന്നുകൂടെ പറയാം. Hospital pharmacy is defined. Hospital pharmacy എന്ന് പറഞ്ഞാൽ as the department of the hospital which handle, എന്താണ് ഹോസ്പിറ്റലില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്, ഡ്രഗ്സുകളുടെ പ്രിപ്പയർമെന്റ് അല്ലെ, സംഭരണം, അതായത് എന്താണ് ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്, മരുന്നുകള് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ, ഡ്രഗ്സുകൾ ആവശ്യത്തിന് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പൗണ്ടിങ്, അതായത് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, കമ്പോണൻസുകൾ ഇവര് എന്താണ് കോമ്പൗണ്ടിങ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ ഡിസ്പെൻസിംഗ് ഇത്തരം ഔട്ട് പേഷ്യന്റിലേക്ക്, പിന്നെ എന്താണ് നമ്മുടെ പേഷ്യൻസിനൊക്കെ വാർഡുകളിലേക്കൊക്കെ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ മാനുഫാക്ചറിംഗ് മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. ടെസ്റ്റിംഗ് അവർ നിർമ്മിച്ച മരുന്നുകൾ അതല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മരുന്നുകളുടെ ക്വാളിറ്റി, ഗുണനിലവാരം അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാക്കേജിങ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താണ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സുകൾ, മരുന്നുകള് തയ്യാറാക്കി കഴിഞ്ഞ മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാല് അവർ മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക്, ഫാർമസിയിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് മരുന്നുകള് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ക്ലിയർ ആണോ അത്? Next, it is also related to education and research in pharmaceutical service. Right? ഇതെന്താണ് ഫാർമസ്യൂട്ടിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട എന്താണ് എഡ്യൂക്കേഷനും പഠനവും ഗവേഷണങ്ങളും നടക്കുന്നുണ്ടോ. നമുക്കറിയാം നമ്മൾ ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി റിസർച്ചുകൾ നടത്തണം അല്ലേ. ആണോ? ഗവേഷണങ്ങൾ നടത്തി അത് കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ നമ്മൾ അത് മാർക്കറ്റിൽ ലഭ്യമാക്കുള്ളൂ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട എന്താണ് നമ്മുടെ മരുന്നുകളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് എഡ്യൂക്കേഷനും പഠനവും റിസർച്ചുകളും നമുക്ക് എന്താണ് ഫാർമസിയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാരാ? ഒരു സാധാരണ ഒരാൾ പോയി ഇങ്ങോട്ട് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റോ? ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അതിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളല്ലേ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? എ ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങള് നിയന്ത്രിക്കുന്നത്, ഭരണം നടത്തുന്നത് പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ളതും ക്വാളിഫൈഡ് യോഗ്യരായിട്ടുള്ള ഫാർമസിസ്റ്റുകളായിരിക്കും. ഓക്കെ ആണോ? Hospital pharmacy are accountable for the ordering, quality testing,
storing and security of drugs and medicine in hospitals. Hospital pharmacy എന്തിനൊക്കെ അക്കൗണ്ടബിൾ ആണ്, ബാധ്യതയുള്ളവരാണ്? നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ ഓർഡർ ചെയ്യണോ? ആരാണ് ഓർഡർ ചെയ്യേണ്ടത്? ഫാർമസിസ്റ്റുകൾ അല്ലെ? അതൊക്കെ ഫാർമസിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ഒരു ഹോസ്പിറ്റലിന് വേണ്ട മരുന്നുകൾ ഓർഡർ ചെയ്യേണ്ടത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം അല്ലെ? കൊണ്ടുവരുന്ന മരുന്നുകള് അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന മരുന്നുകളില് ഗുണനിലവാരമുണ്ടോ എന്ന് പരിശോധിക്കണം. പിന്നെ എന്താണ്? നിർമ്മിച്ച മരുന്നുകൾ സ്റ്റോർ ചെയ്യണം അല്ലെ? സംഭരിക്കണം. ഇപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് അല്ലെ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓരോ മരുന്നുകളും സൂക്ഷിക്കേണ്ട സ്റ്റോർ ചെയ്യേണ്ട മെത്തേഡുകൾ ഉണ്ട് അല്ലെ? നമുക്കറിയാം റെഫ്രിജറേറ്ററില് പല കമ്പനീസ് ഉണ്ട്. റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളില്ലേ? നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഉണ്ട് അല്ലെ? ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ അല്ലേ? പിന്നെ എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ? വേദന സംഹാരികൾ അല്ലെ? നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്. ഈ നർക്കോട്ടിക് ഡ്രഗ്സ് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ ഈ നർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ നമുക്ക് വെറുതെ സൂക്ഷിക്കാൻ പറ്റോ? ഒരു ഷെൽഫിൽ വെറുതെ വെക്കാൻ പറ്റോ? അതൊക്കെ കളവ് പോകാനായിട്ട് അല്ലെ? തെറ്റ് നടക്കാനുള്ള സാധ്യതയുള്ള മരുന്നുകളാണ് അല്ലെ? സെഡേഷന് കൊടുക്കുന്ന മരുന്നുകള്, പെയിൻ കില്ലേഴ്സ് അല്ലെ? പെത്തഡിൻ പോലെയുള്ള പെയിൻ കില്ലേഴ്സ്. അപ്പൊ അതൊക്കെ എന്താ? ഒരുപാട് സേഫ്റ്റിയിലായിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്? സുരക്ഷിതമായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ്? സ്റ്റോറിങ്. അപ്പൊ എന്താണ്? ഓരോ മരുന്നുകളും അതിന്റെ പ്രാധാന്യത്തോടു കൂടി സ്റ്റോർ ചെയ്യണം വേണ്ടേ? എന്താണ്? കറക്റ്റ് രീതിയിൽ. അപ്പൊ എന്താണ്? മരുന്നുകള് ശരിയായ രീതിയിൽ സ്റ്റോറിങ് നടക്കുന്നുണ്ട്. ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് അല്ലെ? മരുന്നുകളുടെ സെക്യൂരിറ്റി, സുരക്ഷയുണ്ടോ ഫാർമസിയില്? സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ ഇൻ ഹോസ്പിറ്റൽ. മരുന്നുകളുടെയും മെഡിസിനുകളുടെയും സുരക്ഷിതത്വവും ഹോസ്പിറ്റലില് ഉറപ്പുവരുത്തുന്നത് ഫാർമസിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് they must also make sure an adequate supply of medicine അല്ലേ? എന്താണ്? അവര് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ അഡ്വക്കേറ്റ് അല്ലെ? എന്താണ്? അവിടുത്തെ സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ ഉറപ്പുവരുത്തേണ്ടതും ഫാർമസിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓക്കെയല്ലേ എല്ലാവർക്കും? ഫങ്ഷൻസ് എടുക്കട്ടെ മിസ്? ഇൻട്രൊഡക്ഷൻ ഓക്കെയല്ലേ? ഫങ്ഷൻസ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി അല്ലെ? ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നത്? നമുക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? സെയില് നടക്കുന്നുണ്ട് അല്ലെ? സെയില് നടക്കുന്നുണ്ട്. പർച്ചേസിങ് നടക്കുന്നുണ്ട്. സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ ചെക്കിങ്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെക്കിങ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഫില്ലിങ് നടക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുമില്ല. എക്സ്പയറി ചെക്കിങ് അല്ലെ? നമുക്കറിയാം ഓരോ മരുന്നുകൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നോക്കിയേ, നമുക്ക് നോക്കാം.
ഓക്കെ, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, അതായത് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ടുള്ള ഒരു ധാരണ മുൻകൂട്ടി അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അവര് തീരുമാനിക്കേണ്ടത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പറയുന്നത് പ്രൊവിഷനിങ്. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാല് എന്താണ്, നമുക്ക് മരുന്നുകളോ അല്ലെങ്കിൽ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ട എന്താണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. എന്താണ് അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം, നമുക്ക് മരുന്നുകള് പേഷ്യൻസിന് കൊടുക്കുക അല്ലെ. പ്രൊവിഷനിങ്ങില് എന്താണ്, പ്രൊവിഷനിങ്ങില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം. പ്രൊവിഷനിങ് എന്ന് പറയുന്നത് the act of providing or supplying, the act of providing or supplying medication and other related services to patients, ensure their safety and effective use. അതായത് മരുന്നുകളുടെ സുരക്ഷിതത്വവും അതിന്റെ ഉപയോഗത്തിലുള്ള കാര്യക്ഷമതയും അനുസരിച്ച് ഒരു ഫാർമസിയിൽ നിന്ന് എന്താണ് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർവീസുകളോ പേഷ്യൻസിന് നൽകുന്നതാണ് പ്രൊവിഷനിങ്. മരുന്നുകൾ നൽകുക മാത്രമാണോ ചെയ്യുന്നത്? മരുന്നുകള് കൊടുക്കണം അല്ലെ പേഷ്യൻസിന്, കഴിക്കേണ്ട വിധം, അതായത് കൗൺസിലിംഗ് പോലെ ചില മരുന്നുകൾ കൊടുക്കാനായിട്ട് കഴിക്കാനായിട്ട് ഇൻസുലിൻ ഒക്കെ പുതിയ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു പേടി ഉണ്ടാവും അല്ലെ, ഫിയർ ഉണ്ടാവാറുണ്ടോ? ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ ഒക്കെ പുതുതായി കൊടുക്കുമ്പോൾ അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കണം അല്ലെ, പേഷ്യന്റ് കൗൺസിലിംഗ് നൽകണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ കൂടാതെ എന്താണ് മരുന്നുകളുടെ ഡ്രഗ് തെറാപ്പി, അതായത് മരുന്നുകളുമായി ബന്ധപ്പെട്ട ചികിത്സകളുടെ നിരീക്ഷണം, മോണിറ്ററിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പ്രൊവിഷനിങ്. ക്ലിയർ ആയോ? മരുന്നുകൾ കൊടുക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും എഫക്റ്റീവ് യൂസിന്റെ അടിസ്ഥാനത്തിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പർച്ചേസിംഗ് അല്ലെ. മരുന്നുകളുടെ പർച്ചേസിംഗ് നടക്കുന്നുണ്ടോ? അത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫംഗ്ഷൻ അല്ലേ, പ്രവർത്തനമല്ലേ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങുക എന്നുള്ളത് അല്ലെ. പിന്നെ അവർ പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ മരുന്നുകൾ? ജസ്റ്റ് ഓർഡർ കൊടുത്താൽ മാത്രം മതിയോ? നമ്മ സപ്ലയേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് ഓർഡർ കൊടുത്താൽ മാത്രം മതിയോ? പോരാ അല്ലെ, അത് റിസീവ് ചെയ്യണം അല്ലെ, റിസീവ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്, കിട്ടിയ മരുന്നുകള് അതല്ലെങ്കിൽ സ്റ്റോക്ക് ഉള്ള മരുന്നുകൾ എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ നടത്തണം അല്ലെ, പരിശോധന നടത്തണം. എക്സ്പയറി ഡേറ്റ് കഴിയാറായിട്ടുണ്ടോ അല്ലെ, അതല്ലെങ്കിൽ അവർ റിസീവ് ചെയ്ത മരുന്നുകള് കറക്റ്റ് ക്വാണ്ടിറ്റിയില് കറക്റ്റ് ക്വാളിറ്റിയിൽ തന്നിട്ടുണ്ടോ അല്ലെ, അവർ ഓർഡർ കൊടുത്ത മരുന്നുകൾ തന്നെയാണോ അവർ റിസീവ് ചെയ്തത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ നടത്തണ്ടേ? അപ്പൊ എന്താണ് ഇൻസ്പെക്ഷൻ? നമ്പർ ഓഫ് ഐറ്റംസ് കറക്റ്റ് ആണോ അല്ലെ, അതായത് ക്വാണ്ടിറ്റി, അവർ കൊടുത്ത ക്വാണ്ടിറ്റി അത്രയും മരുന്നുകൾ അവർക്ക് ലഭ്യമായിട്ടുണ്ടോ അല്ലെ. പിന്നെ എന്താണ് ക്വാളിറ്റി ടെസ്റ്റ് അല്ലെ, അവർ വാങ്ങിച്ച മരുന്നുകൾ അല്ലെങ്കിൽ അവർ മാനുഫാക്ചറിങ് ചെയ്ത മരുന്നുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ അല്ലെ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ക്വാളിറ്റി ടെസ്റ്റ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം വിപണിയില് നമ്മുടെ മാർക്കറ്റില് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട് അല്ലെ. നമ്മ പറയാറുണ്ട് വ്യാജം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ.
വ്യാജ മരുന്നുകളൊക്കെ പറയാറില്ലേ? പറയാറുണ്ടോ? തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? നമുക്ക് മരുന്നുകളില് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പാടുണ്ടോ? വ്യാജ മരുന്നുകള് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അവര് കൊടുത്തില്ല. ഡ്യൂപ്ലിക്കേറ്റ് മെഡിസിനുകൾ അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യണം? അവർക്ക് കിട്ടിയ മെഡിസിൻ, അവരിപ്പോ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങുന്ന മെഡിസിനുകൾ എന്താണ്? ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ? ഗുണനിലവാരമുള്ളതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ആ ഒരു ഫാർമസിയിൽ ഡിസ്പെൻസിങ് നടത്തുന്നത്, വിതരണം നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. പിന്നെന്താണ്? മരുന്നുകള് ശരിയായ രീതിയിൽ സ്റ്റോറേജ് നടക്കുന്നുണ്ട് അല്ലെ? സംഭരണം നടത്തുന്നുണ്ട്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ? എന്താണ്? മാനുഫാക്ചറിങ് നടക്കുന്ന മാനുഫാക്ചറിങ് ഉള്ള ഫാർമസി, അതായത് ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്നുകള് മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ? സെയിൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ പീരീഡ് ആയപ്പോഴത്തേനും ബോറായോ? ടയേർഡായോ? ഒരു റിപ്ലൈ ഇല്ല. ആൾക്കാർ ലെഫ്റ്റ് ചെയ്ത് പോവുക. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മിസ് പറയുന്നത് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് അല്ലെ? മിസ് പറഞ്ഞു വിപണിയിൽ പല കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഫാർമസിക്കാർ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകാർ തിരഞ്ഞെടുക്കുന്ന സപ്ലയേഴ്സ് വിശ്വാസയോഗ്യരായ അല്ലെ? വിശ്വാസയോഗ്യരായ വിതരണക്കാരാണ് ഉറപ്പുവരുത്തണം അല്ലെ? സത്യസന്ധരായിരിക്കണം അല്ലെ? വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സിനെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. അതാരുടെ ഡ്യൂട്ടിയാണ്? അതാര് ചെയ്യേണ്ട പ്രവർത്തനമാണ്? ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസിയിലെ ആളുകൾ ചെയ്യേണ്ട, ചീഫ് ഫാർമസിസ്റ്റ് ഒക്കെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻ അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് മെഡിസിൻ ഉണ്ടാവുമല്ലോ. ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ആവശ്യമായി വരുന്ന മരുന്നുകൾ ഉണ്ടാവുമല്ലോ, എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് മെഡിസിനുകൾ തയ്യാറാക്കേണ്ടത്, പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ലിസ്റ്റ് കൊടുക്കേണ്ടത് ഫാർമസിയാണ്. അതായത് അങ്ങനെയുള്ള ഒരു എസ്റ്റിമേറ്റഡ് മെഡിസിൻ അവര് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ ഫാർമസിക്കാണ്. ഓർഡർ ലിസ്റ്റ് അല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ അവർ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് പലതരത്തിലുള്ള സർവീസുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ്. അപ്പൊ ഇപ്പൊ ഒരു സെക്ഷനില്ല നോർമലി അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിനുകൾ. ഒരു ഡോക്ടറാണോ ഹോസ്പിറ്റലിലുള്ളത്? ഒരു ഡോക്ടറാണോ? അല്ല അല്ലെ? ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ? പല ഡോക്ടേഴ്സും എഴുതുന്ന മെഡിസിനുകൾ പല മെഡിസിനുകളായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റോ ഇന്ന മെഡിസിനുകൾ മാത്രം സ്റ്റോർ ചെയ്താൽ മതിയെന്ന്? അവർക്ക് പറയാൻ പറ്റോ ഫാർമസിയില്? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ആവശ്യമായി വരുന്ന അല്ലെ ഒരു മാസത്തേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകള് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം, ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ഓക്കെ ആയോ? ഹോസ്പിറ്റലിലെ ഓൾ ഡിപ്പാർട്ട്മെന്റ് മെഡിസിൻ. നെക്സ്റ്റ് keeping information on quality, cost, source of supply, drug reaction അല്ലെ? എന്താണ് നമുക്ക് അവരെന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ഫാർമസി അവിടുത്തെ മരുന്നുകളുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് സൂക്ഷിക്കണം. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്?
ക്വാളിറ്റി അല്ലെ, മരുന്നുകളുടെ ഗുണനിലവാരം, മരുന്നുകളുടെ കോസ്റ്റ് അല്ലെ, ചിലവ്, അതിനു വേണ്ടി ചിലവാകുന്ന പൈസ. സപ്ലൈ, ഏത് വിതരണക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഏത് സപ്ലയേഴ്സിൽ നിന്നാണ് അവർ ആ മരുന്നുകള് പർച്ചേസ് ചെയ്തത്. പിന്നെന്താണ്, നമുക്കറിയാം ചില മരുന്നുകള് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെ, പെയിൻ കില്ലേഴ്സ്, ആന്റിബയോട്ടിക്സുകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് വരാമോ? വൊമിറ്റിങ് വരാം, അല്ലെങ്കിൽ വയറുവേദന വരാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ക്ഷീണം വരാം അല്ലെ, അല്ലെങ്കിൽ അലർജി പോലെ തടിച്ചു പൊന്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്, സ്കിന്നിൽ അലർജി പോലെ തടിച്ചു പൊന്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻ വരാൻ സാധ്യതയുള്ള മരുന്നുകളുടെ ഇൻഫർമേഷൻസ് ഒക്കെ അവര് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? മരുന്നുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ്? ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങള്. കോസ്റ്റ്, ഓരോ മരുന്നുകൾക്കും ചിലവ് വരുന്നത്. സപ്ലൈ, ഓരോ മരുന്നുകളും ഏത് സപ്ലയേഴ്സിന്, നമുക്കറിയാം നമുക്ക് വേണ്ടി വരുന്ന ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് വേണ്ടി വരുന്ന മരുന്നുകൾ എല്ലാം ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും വാങ്ങുന്നത്? ആണോ? അല്ല അല്ലെ, അല്ല, പല സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കില്ലേ അവര് വാങ്ങുന്നത്. അപ്പൊ ഓരോ മെഡിസിനുകളും ഏതൊക്കെ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നാണ് വാങ്ങുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. കൂടാതെ ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ റിയാക്ഷൻസ്, അലർജി പ്രോബ്ലംസ്, റിയാക്ഷൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ഫാർമസിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് അല്ലെ, അവര് നിർമ്മിക്കുന്നതോ അതല്ലെങ്കിൽ അവര് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സുകൾ, അതായത് മെഡിസിനുകളുടെയോ അതല്ലെങ്കിൽ ഡ്രഗ്സുകളുടെയോ ഗുണനിലവാരം നിയന്ത്രിക്കേണ്ടതും ഫാർമസിയാണ് അല്ലെ. നമുക്കറിയാം നമ്മ വാങ്ങുന്ന പ്രോഡക്ട്സുകൾ, നമ്മളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വാങ്ങുന്ന സാധനം, മെഡിസിൻ അല്ല അതർ പ്രോഡക്ട്സുകളാണെങ്കിലും നമുക്ക് ഉണ്ടല്ലോ ഇത്ര ക്വാളിറ്റി വേണമെന്ന് നമുക്ക് നിർബന്ധമല്ലേ. ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ, സൈഡ് എഫക്റ്റുകൾ വരാനോ അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, ഇവര് വാങ്ങിക്കുന്ന സാധനങ്ങൾ, പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, അതിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കേണ്ടതും എന്തൊക്കെ ഗുണനിലവാരം വേണം, എത്ര വേണം എന്നുള്ള കാര്യങ്ങള് തീരുമാനിക്കുന്നതും ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ാണോ? നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ് അല്ലെ. നേരത്തെ നിങ്ങൾ പറഞ്ഞു മരുന്നുകള് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം അല്ലെ വാർഡുകളിലേക്ക്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. മെഡിക്കാമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മരുന്നുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വിതരണം ചെയ്യുക. വാർഡുകളിലേക്ക് ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതും ഫാർമസിയാണ്. നെക്സ്റ്റ്, ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. നമുക്ക് ഡ്രഗുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്നാണ് അല്ലെ. നമുക്ക് ഡോക്ടർ മരുന്ന് എഴുതി തരും അല്ലെ. നമ്മ പറയുന്ന അസുഖങ്ങൾക്ക് ഡോക്ടർ മരുന്ന് എഴുതി തരും. നമ്മെ ചെന്ന് കാണിട്ട് വിവരങ്ങൾ ചോദിക്കുന്നത് എവിടെയാ? ഈ മരുന്ന് എന്തിനാ കഴിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ഫാർമസിയിലല്ലേ. അപ്പൊ എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഡ്രഗുകളുടെ വിവരങ്ങള് സൂക്ഷിക്കുന്ന കേന്ദ്രമായിട്ടും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് അല്ലെ. നമ്മുടെ ഡ്രഗുകൾ യൂട്ടിലൈസ് ചെയ്യേണ്ട, ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മ പറഞ്ഞു റിസർച്ചുകൾ നടക്കുന്നുണ്ട് അല്ലെ. ഡ്രഗ് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ടെസ്റ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡി സെന്റർ ആയിട്ടും നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ബ്രിങ് ഈസ് ഇല്ലാട്ടോ, ഈസ് കട്ട് ചെയ്ത് കളാട്ടോ.
is bring in practice recommendation of the pharmacy and drug and therapeutic committee. നമ്മുടെ ഫാർമസി അല്ലെങ്കിൽ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ട്. ഫാർമസിയിലെ പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകള് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ആളുകള് കൂടി രൂപീകരിക്കുന്ന, കുറച്ച് മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റൽ ഒരു കമ്മിറ്റി ഉണ്ട്. കുറച്ച് ആളുകള് കൂടി രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി, അതാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൊണ്ടുവരുന്ന തീരുമാനങ്ങള് പ്രാക്ടീസ് ചെയ്യാനും അവരുടെ റെക്കമെൻഡേഷന് പ്രാവർത്തികമാക്കാനുമുള്ള ഒരു സ്ഥലമായി എന്ത് പ്രവർത്തിക്കുന്നു? ഫാർമസി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയോ? പഠിക്കാനുണ്ട് കേട്ടോ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് ഒന്നുകൂടെ പറയണം. നമുക്ക് ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണ്ടേ? അവർക്ക് എന്തൊക്കെ മെഡിസിനുകൾ വേണം, അവർക്ക് എത്ര ഫണ്ട് അനുവദിക്കണം, അല്ലെ? മരുന്നുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി എത്ര ഫണ്ടുകൾ അനുവദിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളല്ലേ ഫാർമസിയില് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കമ്മിറ്റി ഉണ്ട് ഫാർമസിയില്. ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലെ കുറച്ച് പേഴ്സൺസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി. അപ്പൊ അവര് എന്താണ് കൊണ്ടുവരുന്ന തീരുമാനങ്ങള് പ്രാവർത്തികമാക്കുന്നത് എവിടെയാണ്? ഫാർമസിയിലല്ലേ. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെ? മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അവര് എന്താണ് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫാർമസി ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ എന്താണ്? ഹോസ്പിറ്റലില് ഫാർമസിയില് എന്താണ് ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യണം. ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാല് ഡ്രഗ് ലിസ്റ്റിലെ ഒരു ഫാർമസിയില് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ഡ്രഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാ? ഡ്രഗ് ആൻഡ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മിസ് ഒരു മിനിറ്റ് കാണിച്ചു തരാം. കണ്ടോ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അവരുടെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഈ ഡ്രഗ് ആൻഡ് തെറാപ്പി അതായത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൊണ്ടുവരുന്ന തീരുമാനങ്ങള് പ്രാവർത്തികമാക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ ഫാർമസിയിലാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പേഷ്യന്റ് കൗൺസിലിംഗ്. നെക്സ്റ്റ് ഫസ്റ്റ് മിസ് പറഞ്ഞു എന്താണ്? നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ പുതുതായി മരുന്നുകൾ കൊടുക്കുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻസിന് എന്താണ് ഒരുപാട് ഭയം ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കീമോ ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവും, കീമോതെറാപ്പി. അപ്പൊ ചില സമയത്ത് അവർക്ക് എന്താണ് അവരുടെ ഹെൽത്ത് ഓക്കെ അല്ല, അവരൊക്കെ ഹെൽത്ത് ഭയങ്കര വീക്ക് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, മരുന്നുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ? ചിലപ്പോ അവർക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? മുൻകൂട്ടി അവർക്ക് ആ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം അല്ലെ. വേണം. അപ്പൊ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാ? ഫാർമസിയാണ്. അത് ഹോസ്പിറ്റൽ ഫാർമസി ചെയ്യുന്ന പ്രവർത്തനമാണ് പേഷ്യന്റ് കൗൺസിലിംഗ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് കീപ്പിംഗ് ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റും
നഴ്സിംഗും മെഡിക്കൽ ടീമും തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധം നിലനിർത്തുന്നതും നമ്മുടെ ഫാർമസിയാണ്. ഓക്കെ ആയോ? മനസ്സിലാകുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി അല്ലേ. ഹോസ്പിറ്റൽ ഫാർമസി എന്നാണ് റിലേഷൻ, ബന്ധം, റിലേഷൻ ബന്ധം. നമ്മുടെ ഫാർമസിയും നഴ്സിംഗും പേഷ്യൻസും മെഡിക്കൽ സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻ നിലനിർത്തുന്നതും ഫാർമസിയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെ, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? To make sure that the availability of right medication at the right time in the right dose at the minimum possible cost. അല്ലേ, ശരിയായ സമയത്ത് ശരിയായ മെഡിസിൻ ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ അല്ലെ, ശരിയായ അളവില് മിനിമം പോസിബിൾ കോസ്റ്റിന് അല്ലെ, അവർക്ക് ലഭ്യമായ ഏറ്റവും ചെറിയ കോസ്റ്റിന്, ഏറ്റവും ചെലവ് കുറച്ച് പേഷ്യൻസിന് ലഭ്യമാക്കുക എന്നുള്ളത് അല്ലെ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒന്നുകൂടെ മിസ് പറയാം. റൈറ്റ് മെഡിക്കേഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ തന്നെയല്ലേ തരേണ്ടത്? റൈറ്റ് മെഡിക്കേഷൻസ് അല്ലെ, ശരിയായ മെഡിക്കേഷൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് തരണം അല്ലെ. ചിലപ്പോ ഈ എമർജൻസി ഡ്രഗ്സുകളൊക്കെ ചില സമയത്ത് ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് വെച്ചും ചിലപ്പോ പേഷ്യന്റിന്റെ ഡെത്ത് തന്നെ സംഭവിക്കാം അല്ലെ, മരണം സംഭവിക്കാലോ. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് ടൈമിൽ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കണം അല്ലെ. അവരാവശ്യം കഴിഞ്ഞിട്ട് അവർക്ക് മരുന്ന് കിട്ടിയിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ കൊടുക്കണം അല്ലെ. നമുക്ക് ഡോസ് കൂട്ടിയിട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇപ്പൊ ഡോക്ടർ 20 mg ആണ് പറഞ്ഞത്, നമുക്കത് 60, 40 mg കൊടുക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ ശരിയായ ഡോസിൽ എന്താണ് അവർക്ക് ആ ഒരു പേഷ്യന്റിന് സാധ്യമായ കോസ്റ്റിന് അല്ലെ, അപ്പൊ ഒരുപാട് പുറമേ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ വിലയ്ക്ക് മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? പോസിബിൾ മിനിമം കോസ്റ്റിന് അല്ലെ, കുറഞ്ഞ ചിലവില് കുറഞ്ഞ വിലയില് പേഷ്യന്റിനെ ലഭ്യമാക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഓക്കെയാണോ? ക്വസ്റ്റ്യൻ ശരിയായ മെഡിസിനുകൾ, ഏറ്റവും കുറഞ്ഞ ചിലവില് ശരിയായ മെഡിസിനുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ഏറ്റവും കുറഞ്ഞ ചിലവില് പേഷ്യൻസിന് ലഭ്യമാക്കുക എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് to professionalize the operation of pharmaceutical service in a hospital അല്ലെ. ഹോസ്പിറ്റൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരു പ്രൊഫഷണലൈസ്ഡ് രീതിയിലായിരിക്കണം അല്ലെ. ഒരു അടുക്കും ചിട്ടയോടും കൂടി ആയിരിക്കണ്ടേ. തോന്നുമ്പോ മരുന്ന് വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണോ? അല്ല അല്ലെ. അതിനെന്തുണ്ട്? ഒരു കൃത്യതയുണ്ട് അല്ലെ, ഒരു അടുക്കും ചിട്ടയില്ലേ. ഇപ്പൊ നമ്മുടെ മരുന്നുകള് ഇപ്പൊ ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെയാണ് അല്ലെ, ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെയാണ് അല്ലെ. ഇപ്പൊ നിലവിലെ ഹോസ്പിറ്റലില് ഡോക്ടർ അവരെ സിസ്റ്റം വഴി ഫാർമസിയിലേക്ക് മരുന്നുകൾ സെൻഡ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യൂ അല്ലെ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഫയലുകൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലെ ഫാർമസിയിലേക്ക് കൊണ്ടു കൊടുക്കും നഴ്സ് ആണോ? എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ, ഫാർമസിയിലെ പ്രവർത്തനം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ മരുന്ന് മേടിച്ചിട്ടില്ലേ ഹോസ്പിറ്റൽ ഫാർമസിന്ന്? ആ ടോക്കൺ തരും, നമുക്ക് ടോക്കൺ തരും അല്ലെ. നമ്മളിൽ ആദ്യം ടോക്കൺ എടുക്കും, അല്ലെങ്കിൽ അവര് തന്നെ നമുക്ക് ടോക്കൺ തരും.
എന്നിട്ട് ടോക്കൺ വിളിച്ചിട്ട് നമ്മ ബില്ല് പേയ്മെന്റ് എടുത്തു അല്ലെ? ബില്ല് പേയ്മെന്റ് എടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മ വെയിറ്റ് ചെയ്യും. ബില്ലിംഗ് നടത്തിയിട്ട് നമ്മ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോക്കൺ വിളിക്കുമ്പോ നമ്മ ചെന്നുങ്ങാണ്ട് എന്ത് ചെയ്യും? റിസീവിംഗ് ഏരിയയിൽ അല്ലെ, ആ ഒരു മരുന്നുകൾ തരുന്ന ആ ഒരു സെക്ഷനിൽ പോയിട്ട് മരുന്നുകൾ വാങ്ങി നമ്മ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇതൊരു ക്രമത്തിലല്ലേ നടക്കുന്നത്? പ്രൊഫഷണലൈസ് മരുന്ന് മേടിച്ച് നമ്മ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും അല്ലെ? ഇതൊരു കറക്റ്റ് രീതിയിൽ അല്ലെ? അപ്പൊ അങ്ങനെ എങ്ങനെയായിരിക്കണം? ഫാർമസി സർവീസുകൾ ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കും ചിട്ടയോടും കൂടിയായിരിക്കണം ചെയ്യേണ്ടത് അല്ലേ? മെഡിസിന്റെ ടൈം പറഞ്ഞു തരും അല്ലെ? ഏതൊക്കെ സമയത്താണ് മരുന്നുകൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ ഒരുപാട് തിരക്ക് വരാൻ സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ? ശരിയായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ അല്ലേ? പേഷ്യൻസ് വന്ന് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും അല്ലെ? ഒരുപാട് നേരം ഫാർമസിയുടെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കേണ്ടി വരും. അത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതേപോലെ ഹോസ്പിറ്റൽ ഫാർമസിന്റെ അകത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഓപ്പറേഷൻസ് നടക്കുന്നില്ലേ? മരുന്നുകള് ഓർഡർ കൊടുക്കുന്നുണ്ട് അല്ലെ? പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവര് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ? അവര് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? കറക്റ്റ് രീതിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? ഡിസ്പെൻസിങ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്കും വേണ്ടേ ഒരു പ്രൊഫഷണലൈസ്ഡ് ഓപ്പറേഷൻ ആയിരിക്കണ്ടേ ആ കാര്യങ്ങളും? അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിലെ ഫാർമസി സർവീസുകൾ, മൊത്തത്തിലുള്ള ഫാർമസി സർവീസുകൾ ഒരു പ്രൊഫഷണലൈസ്ഡ് രീതിയിലാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ഒരു തീരുമാണ്, ഒരു ലക്ഷ്യമാണ്. ക്ലിയർ ആയത്? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് to act as the counseling department for medical staff, nurses and for patients on the use of drugs, possible after effects, toxicity, hostile effects, drug interaction, etc. എന്താണ്? നമ്മുടെ നഴ്സിംഗ്, മെഡിക്കൽ സ്റ്റാഫ്, പേഷ്യൻസിനൊക്കെ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട എന്താണ്? ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കുക അല്ലെ? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് എന്താണ് നമ്മുടെ നേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്? യൂസ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകള് ഉപയോഗിക്കേണ്ടത്, പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെ? പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ്? ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് സംഭവിക്കാവുന്ന ഇഫക്റ്റുകൾ അല്ലെ? അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ? ആണോ? ഇപ്പൊ നമ്മ പറയാറില്ലേ മരുന്നുകള്, ചില മരുന്നുകള് നമ്മ കണ്ടിന്യൂസ് ആയിട്ട് നമ്മ കഴിച്ചു കഴിഞ്ഞാല് കിഡ്നി ഫെയിലിയർ വരും അല്ലെ? അതല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, കിഡ്നി ഫെയിലിയർ വരും, അതല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരും എന്നൊക്കെ പറയാറില്ലേ? അതെന്താണ്? ആ ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അല്ലെ? സൈഡ് എഫക്റ്റ് ആണ് അല്ലെ? ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആഫ്റ്റർ ഇഫക്ട്സുകളെ കുറിച്ചുള്ള ബോധവൽക്കരണം, കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ ടോക്സിസിറ്റി അല്ലെ? അതിലടങ്ങിയിരിക്കുന്ന വിഷാംശം നമുക്കറിയാം. ഒരു മരുന്ന് നിർമ്മിക്കണമെങ്കിൽ അതിൽ പല കണ്ടന്റുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? ആണോ? അപ്പൊ അതിന്റെ ടോക്സിസിറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. കൂടാതെ എന്താണ്? ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ഡ്രഗ് ഇന്ററാക്ഷൻ എക്സെട്ര. ഈ പണ്ടുള്ളവർ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? നമ്മുടെ എഗ്ഗും തൈരും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല, കേട്ടിട്ടുണ്ടോ? അത് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ പറയുന്നത്? ബിരുദാഹാരമാണ് അല്ലെ? ഫിഷ് ആൻഡ് കർഡ്, അതല്ലെങ്കിൽ ഇറച്ചി തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അല്ലെ? അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം അല്ലെ? ഛർദിയോ
അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ. അതേപോലെ എന്താണ് ഈ ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല് രണ്ട് മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളുടെ ഇത് ചെയ്യും അല്ലെ, കോമ്പൗണ്ടിങ് നടക്കുമല്ലോ. നമ്മുടെ ശരീരത്തില് ഒരു കോമ്പൗണ്ടിങ് നടക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് വരാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം, ഹെൽത്ത് ഇഷ്യൂ, ടോക്സിസിറ്റി വിഷാംശം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രഗ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്ത മരുന്നുകള് എന്താണ്, നമ്മൾ ഒരുമിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സിന്, പിന്നെ കൂടാതെ എന്താണ് പേഷ്യൻസിനെ കൗൺസിലിംഗ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫാർമസി പ്രവർത്തിക്കുന്നു. ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് വിരുദ്ധമായ, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാല് വിരുദ്ധമായ അല്ലെങ്കിൽ എതിർപ്പുള്ള. മിസ് പറഞ്ഞില്ലേ വിരുദ്ധാഹാരം എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. അതേപോലെ എന്താണ്, നമ്മ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളെ കുറിച്ച് അവർക്കൊരു അവയർനെസ് കൊടുക്കണ്ടേ? അവയർനെസ് കൊടുക്കണോ? അപ്പൊ അതിനുള്ള ഒരു അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈമിൽ കഴിക്കാൻ പറയണം അല്ലെ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെ മെഡിസിനുകൾ ഉണ്ടായല്ലോ, ആ ഒരു സെയിം അസുഖത്തിന് ഉപയോഗിക്കുന്ന വേറെ മെഡിസിനുകൾ ഉണ്ടാവുമല്ലോ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെയാണോ എല്ലാവരും? നെക്സ്റ്റ്, to act as a source of information on drug utilization. നമ്മ ഫംഗ്ഷനിൽ പറഞ്ഞു അല്ലെ, ഡ്രഗ് യൂട്ടിലൈസേഷന്റെ ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് ഫാർമസി പ്രവർത്തിക്കുന്നു, ആക്ട് ചെയ്യുന്നു അല്ലെ. നമുക്കറിയാം മെഡിസിനുകൾ, പേഷ്യൻസിന് മെഡിസിനുകൾ എപ്പോൾ ഉപയോഗിക്കണം അല്ലെ, ഏത് സമയത്ത് കഴിക്കണം, ഏത് അസുഖത്തിനാണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്റ്റുകൾ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ, ഡ്രഗ്സുകൾ നിർമ്മിക്കണമെങ്കിൽ പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തണ്ടേ, റിസർച്ചുകൾ നടത്തണം അല്ലെ. വേണോ? അപ്പൊ ആ റിസർച്ച് പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ടും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഗവേഷണങ്ങൾ നടത്തുന്ന പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഫാർമസി പ്രവർത്തിക്കുന്നു അല്ലെ. നമുക്കറിയാം ഫാർമസിയിലെ ചീഫ് ഫാർമസിസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഫാർമസിസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഫാർമസിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഇവയൊക്കെ പങ്കാളികളാകണ്ടേ, ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അല്ലെ. വേണോ? എന്താണ് ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ എന്താണ്, ഫാർമസി സർവീസുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലെ എന്താണ് ഭാഗമാകുകയും കൂടി ഫാർമസി കൂടി ചെയ്യുന്നുണ്ട്. To bring into practice decision of pharmacy and therapeutic committee അല്ലെ. നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ അല്ലെ എന്താണ് ഫാർമസിയിലെ പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ് പറയുന്നത് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്, അതല്ല ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. നമ്മുടെ എന്താണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുക. അതെവിടെയാണ്? ഫാർമസിയിൽ പ്രാവർത്തികമാക്കുന്നു. നെക്സ്റ്റ്, ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർഡിനേഷനും ഒരു കോപ്പറേഷനും സഹകരണവും ഒരു ഏകോപനവും കൊണ്ടുവരാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം വാർഡ്
ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ICU അല്ലെ, ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത് എവിടെന്നാ? എവിടെ നിന്നാ? ഫാർമസിയിൽ നിന്ന് അല്ലെ. അപ്പൊ അതിനു വേണ്ടി അവരുടെ ഒരു കോപ്പറേഷനും കോർഡിനേഷനും ഉണ്ടാവണ്ടേ? ഹോസ്പിറ്റലിലെ സ്മൂത്തായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെ, ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഫാർമസി ഒരു കോർഡിനേഷനും കോപ്പറേഷനും കൊണ്ടുവരിക. ക്ലിയർ ആണോ? To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital. എന്താണ് ഫാർമസിയിലെ? നമുക്കറിയാം, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എടുത്താലും അവിടെ കുറെ എന്താണ് പോളിസികളും പ്രോട്ടോകോളുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മിസ് വാർഡ് എടുത്തപ്പോ പറഞ്ഞു, വാർഡുമായി ബന്ധപ്പെട്ട പോളിസികൾ നടപ്പിലാക്കാം അല്ലെ. അതിനനുസരിച്ചായിരിക്കണം വാർഡിലെ പ്രവർത്തനങ്ങൾ അല്ലെ. പറഞ്ഞോ? അപ്പൊ എന്താണ് ഫാർമസിയിലെ to design, organize and fulfill pharmacy policy procedure in keeping with the established policies of the hospital. എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് പോളിസികളുമായി ബന്ധപ്പെട്ട അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് തുടർന്ന് നടക്കണമെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് കുറച്ച് പോളിസികൾ ഉണ്ടാവുമല്ലോ, നയങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ പോളിസികളുമായി ബന്ധപ്പെട്ട് ഫാർമസിയിലെ എന്താണ് നടപടിക്രമങ്ങള്, നയങ്ങള്, നടപടിക്രമങ്ങള്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നടപടിക്രമങ്ങള് എന്ത് ചെയ്യുക? ഫാർമസിയില് ഡിസൈൻ ചെയ്യുകയും അത് ഓർഗനൈസ് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ അല്ലെ, ഫുൾഫിൽ ചെയ്യുകയും പാലിക്കുകയും ചെയ്യുക. ഹോസ്പിറ്റലിലെ പോളിസി എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പോളിസി. പക്ഷെ ഫാർമസിയിലെ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും നിയന്ത്രിക്കുന്നത്, അതിനുവേണ്ടി മാത്രമുള്ളതായിരിക്കും. അപ്പൊ എന്താണ് ആ ഫാർമസിക്ക് മാത്രമായിട്ട് നിയമിക്കുന്ന ആ പോളിസികൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? എന്ത് ബേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഹോസ്പിറ്റൽ പോളിസികളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ പോളിസിയുമായി ബന്ധപ്പെട്ട് ഫാർമസിയിലെ പോളിസി നടപടിക്രമങ്ങള് എന്താണ് രൂപീകരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും അത് ഫുൾഫിൽ ചെയ്യുക അല്ലെ, അത് പാലിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇന്ന് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.